എങ്ങനെയാണ് സെറ്റ് എക്സാം പാസ്സായത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണിത്. വലിയ രീതിയിലുള്ള പ്രിപ്പറേഷൻ അല്ല, ഒരു മാസം കൊണ്ടൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. ഇതെൻ്റെ B.Edൻ്റെ പുസ്തകങ്ങളാണ്, ടെക്സ്റ്റ് പുസ്തകങ്ങളാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ അങ്ങനെ ഡെയിലി എടുക്കുന്നത് പഠിച്ചു പോകുന്ന ഒരു ടൈപ്പല്ല. വലിയ വരകളും ഇതൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഞാൻ സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു നോട്ട് ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, പേപ്പർ 1 വേണ്ടിയിട്ട്. പേപ്പർ 2 സബ്ജക്റ്റിൻ്റെ പ്രത്യേകിച്ച് വലിയ പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിലാദ്യം തന്നെ എത്ര യൂണിറ്റ് ഉണ്ടെന്നും ഓരോ യൂണിറ്റും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും ഞാൻ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. ആകെ 4ഉം 6ഉം യൂണിറ്റ് 5ഉം പഠിക്കാനായിട്ട് നല്ല രീതിയിൽ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായുള്ളൂ. ബാക്കി ഫസ്റ്റ് 3 യൂണിറ്റുകളും യൂട്യൂബ് വീഡിയോസിൻ്റെ സഹായത്തോടെ നോക്കാം എന്നാണ് വിചാരിച്ചത്. അതുപോലെ തന്നെ എത്ര മാർക്ക് ഈ ഒരു എക്സാം പാസ്സാകാൻ വേണമെന്നുള്ളതിനെ കുറിച്ചും ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. അതും ഈ നോട്ട് ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴായാലും ഞാൻ അധികം സ്കെച്ച് പെൻസ് യൂസ് ചെയ്യുമായിരുന്നു. ഓരോ യൂണിറ്റിനും ഓരോ കളറെന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ ഹെഡിങ്സിന് ഒരു കളറ്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കിന് ഒരു കളറ്, അങ്ങനെ സ്കെച്ച് പെൻസ് ഒരുപാട് യൂസ് ചെയ്യുമായിരുന്നു. അത്യാവശ്യം കണ്ണിൽ സ്ട്രൈക്ക് ചെയ്യുന്ന കളറുകളായിട്ടുള്ള ഗ്രീൻ, ഓറഞ്ച്, ബ്ലൂ, റെഡ്, ഇതൊക്കെയാണ് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും മെയിൻ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ചെറുതായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുമായിരുന്നു. അതും കോഡ് പേപ്പർ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഓരോ കോഡുകളും സ്വയം എഴുതി ഉണ്ടാക്കി അങ്ങനത്തെ പീസ് ഓഫ് പേപ്പറുകളിൽ എഴുതിയിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ ബ്ലൂ ഇങ്ക് കൊണ്ടാണ് നോട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ റെഡ് ഇങ്ക് കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ബ്ലാക്ക് ഇങ്ക് കൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും എഴുതുമായിരുന്നു. ഇങ്ങനെ ഒരുപാട് കളേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടും ഇത്തരത്തിലുള്ള പീസ് ഓഫ് പേപ്പർ കൊണ്ടും ഒരുപാട് ബെനിഫിറ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു ഹാബിറ്റായിട്ട് അതെനിക്ക് തോന്നുന്നു. നമുക്ക് എങ്ങനെയാണ് പഠിക്കുമ്പോൾ ഓർക്കാൻ എളുപ്പമുള്ളത് അത്തരത്തിൽ നമ്മൾ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇത്തരത്തിൽ പേപ്പർ 1 വേണ്ടിയിട്ടാണ് ഞാൻ ഈ നോട്ട് എടുത്തിരിക്കുന്നത്. വലിയ രീതിയിൽ ഒരുപാട് നോട്ട്സ് ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ നോട്ട്സ് ഞാൻ തയ്യാറാക്കിയേക്കണത് തന്നെ അത്യാവശ്യം ചില യൂട്യൂബ് ചാനൽസ് നോക്കിയിട്ടും നമ്മുടെ B.Edൻ്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കിയിട്ടാണ്. ഡെയിലി ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അത്രേ ഞാൻ ഈ പേപ്പറിന് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മളിത് അത്യാവശ്യം നല്ല രീതിക്ക് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് B.Edൻ്റെ എക്സാമിനും ബെനിഫിറ്റ് ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇതേ നോട്ട് തന്നെ B.Edൻ്റെ എക്സാമിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഓർമ്മശക്തി കുറവുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഈ പീസ് ഓഫ് പേപ്പറുകളിൽ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം എഴുതി വെക്കുന്നത് നല്ല കാര്യമാണ്. പിന്നെ റെഡ് ഇങ്ക് അതൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നതും നല്ല കാര്യമാണ്. മെമ്മറിയിൽ കുറച്ചും കൂടി നിൽക്കാൻ എളുപ്പമാണ് ഇതൊക്കെ. ഓരോ ഷീറ്റിലും അല്ലെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സിലും ഇതേപോലെ പീസ് ഓഫ് പേപ്പർ കാണാൻ പറ്റും. അതായത് കോഡുകളും നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഓർമ്മിക്കാൻ എളുപ്പത്തിന്. പിന്നെ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ കണ്ടാൽ തന്നെ നമ്മളത് മലയാളത്തിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്, അല്ലാതെ പ്രോപ്പർ ഇംഗ്ലീഷ് എന്നല്ല, ഓർക്കാൻ എളുപ്പത്തിന്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് എഴുതിയിരിക്കുന്നതെല്ലാം മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു പോർഷനുമായി ബന്ധപ്പെട്ട്. അങ്ങനെ യൂണിറ്റ് 4ഉം 6ഉം ഇത്രയാണ് ഈ ഒരു നോട്ടിലുള്ളത്. ഇത്രയാണ് പേപ്പർ 1 ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. പിന്നെ 1, 2, 3 യൂണിറ്റുകൾ ഞാൻ യൂട്യൂബ് വീഡിയോസ് നോക്കിയാണ് പഠിച്ചത്. പേപ്പർ 2 ചെയ്തത് യൂട്യൂബ് വീഡിയോസിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പേപ്പർ 2 നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഡെയിലി പേപ്പർ 2മായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോസ് ഫ്രീ ആയിട്ട് കിട്ടുന്ന റിസോഴ്സ് എന്നുള്ള രീതിയിൽ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോസ് കണ്ടിരുന്നു. ഇത്രയും പ്രിപ്പറേഷനെ സെറ്റ് എക്സാമിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല രീതിയിൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റി. നമ്മൾ B.Ed ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം പേപ്പർ 1 കുറച്ചൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. പേപ്പർ 2 ചെറുതായിട്ട് നമ്മളൊരു എഫേർട്ട് എടുക്കണം.